സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തായായി തീരട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെയും 23-ാമത്തെയും വചനങ്ങൾ പ്രകാരമാണ്. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. ഒരുപക്ഷെ ഈശോ നമ്മുടെ ജീവിതത്തിലെ ആരാണെന്ന് നമ്മെ മനസ്സിലാക്കുന്ന ഒരു തിരുവചനമാണ്. ദൈവം നമ്മോട് കൂടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരം പഴയ നിയമത്തിലെ ജനത്തിന് ഉണ്ടാക്കിയ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അവൻ എമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഹൃദയത്തിൽ ആകുലപ്പെടാറുണ്ട്, ദൈവം എവിടെ പോയി? അവൻ നമ്മളെ ഉപേക്ഷിച്ചോ? എൻ്റെ ഈ ദുഃഖങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ കണ്ണുനീരിൻ്റെ വഴികളിൽ അവനെ കാണാനില്ലല്ലോ. പക്ഷെ ദൈവം നിങ്ങൾക്ക് വാക്കു പറയുന്നു, അവൻ്റെ നാമം നിങ്ങൾക്ക് എമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അവശതകൾ, നിങ്ങൾ അലട്ടുന്ന കടബാധ്യതകൾ, ഭവനമില്ലാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന സഹോദരങ്ങൾ, ജീവിത പങ്കാളി വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ നിരാശയുടെ നടുവിൽ കഴിയുന്ന കുടുംബങ്ങൾ, മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോടൊത്തുണ്ട്. അവൻ നിങ്ങളെ കരങ്ങളിൽ താങ്ങുന്നവനാണ്. അവൻ നിങ്ങളെ ചുമക്കുന്നവനാണ്. അവൻ്റെ തോളിലെ കുരിശ് നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ മക്കളുടെ മേലെ നീ കരുണ കാണിക്കണമേ. അവരുടെ മനസ്സുകളിൽ അനുഭവപ്പെടുന്ന നീറ്റലെ, നീ അവരെ ഉപേക്ഷിച്ചുവെന്നുള്ള അവരുടെ വിങ്ങലെ, കർത്താവ് നീ അവരുടെ കൂടെയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണമേ. അവരുടെ ദുഃഖങ്ങൾ താങ്ങാൻ അവരെ നീ ബലപ്പെടുത്തണമേ. അവരുടെ കുരിശുകളുടെ നടുവിലെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ നീ അവരെ കരം പിടിച്ചുയർത്തുന്നുവെന്ന് അനുഭവവേദ്യമാക്കാനായിട്ട് നിന്റെ എമ്മാനുവേലിന്റെ അനുഭവം അവർക്ക് നൽകണേ. പൗരോഹിത്യന്റെ കൃപയിലെ നീ ബലഹീനും പാപിയും അയോഗ്യനുമായ എൻ്റെ മേൽ വർഷിച്ചിരിക്കുന്ന വരദാനങ്ങളുടെ നിരുനിക്ഷേപങ്ങളിൽ നിന്ന് നിന്റെ സഭയുടെ നാമത്തിലെ, നിന്റെ കുരിശിന്റെ നാമത്തിലെ, നിന്റെ കുരിശിന്റെ സഹനങ്ങളുടെ വിലയിലെ, നിന്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയിലെ നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ കൈക്കൊള്ളണേ. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണേ. കടബാധയിൽ നിന്ന് മോചിക്കണേ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണേ. ഇവിടെ തകർച്ചകളിൽ അവർക്ക് നീ പടുത്തുയർത്തവനാകട്ടെ. നിന്റെ മക്കളുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവരെ ആശീർവദിച്ച് അവരെ സമാധാനത്തിൽ വിടുവിപ്പിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പുതിയ പെന്തക്കോസ്ത ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. 43-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, എന്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ക്രൈസ്തവ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. പരിപൂർണമായും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ കുടുംബമായി കർത്താവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ അനേകം വ്യക്തികൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്ത പല പാപബന്ധനങ്ങളെ ഓർത്ത്
അസ്വസ്ഥരാണ്. ആ പാപത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ യേശു മതിയായവനാണ്. യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. അനേകം രോഗികളിലേക്ക് കർത്താവിന്റെ സൗഖ്യ ശക്തി കടന്നു വരികയാണ്. യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ്. സകല ശാപബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണിത്. ഒരു നിമിഷം കരമടിച്ച് ശക്തിയോടെ കർത്താവിന്റെ നാമം വിളിച്ച് പരിശുദ്ധാത്മ നിറവിൽ പാടി ആരാധിക്കുന്നു. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ആത്മനിറവിൽ പാടേ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താലാക്കുപാടി സ്തുതിച്ചിടട്ടെ. അന്യഭാഷ അനേകരെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ഉണർവോടെ പാടി ആരാധിച്ച് പാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, എല്ലാവരും ഉണർവോടെ ശക്തിയോടെ പാടി പാടി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, ശക്തി ഏറ്റെടുത്തിടാം. ഇരുകരങ്ങളും കർത്താവിനെ മുൻപ് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങൾ വചനത്താൽ രൂപാന്തരപ്പെടട്ടെ, നമ്മുടെ ജീവിതങ്ങൾ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മുടെ രോഗപീഠകൾ വചനത്താൽ സുഖപ്പെടട്ടെ, പാപബന്ധങ്ങൾ വചനത്തിന് ശക്തിയാൽ കത്തിച്ചാരമാകട്ടെ. കരമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. അനേകമായിരങ്ങളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തിയെ പകരുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപരോഗ ശാപബന്ധനത്തിന്റെ ബന്ധന കെട്ടുകളെ പൊട്ടിക്കുക, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക, കുഞ്ഞുങ്ങളെ നവീകരിക്കുക, യുവജനങ്ങളെ അഭിഷേകം ചെയ്യുക, ദമ്പതികളെ ആത്മാവിൽ ഉണർത്തുക. ഓ സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ശക്തിപ്പെടട്ടെ. ലോർഡ് ടച്ച്. രോഗികളെ സ്പർശിക്കുന്നവരെ രോഗപീഠകൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. വചനത്തിനായി സകല ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പിശാച് അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കർത്താവിന്റെ മഹത്വത്താൽ കുടുംബങ്ങൾ അനുഗ്രഹീതമാകട്ടെ. ബ്ലെസ് ബ്ലെസ് ബ്ലെസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മ നയിക്കപ്പെടുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് സുവിശേഷം നൽകുന്ന പ്രത്യാശയെക്കുറിച്ചാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവ് നൽകുന്ന ഈ മെസ്സേജ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊളോസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 23 തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: എന്നാൽ നിങ്ങൾ ശ്രമിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾ ദൃഢതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുക. സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന്. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ആത്മീയ ശുശ്രൂഷയിലും ഇതുപോലെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ മടുത്തുപോയ, നിരാശയ്ക്ക് അടിമപ്പെട്ട് ഇനി എന്തിനാ ജീവിക്കുന്നത്, ഇനി ജീവിക്കണ്ട, എനിക്ക് ചത്തു കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് വരെ ഒരുങ്ങിയവരെ
അപ്രകാരം ചിന്തിച്ച അനേകരെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടപ്പോൾ ജീവിക്കുവാനുള്ള പുതിയ പ്രത്യാശയിലേക്ക് കർത്താവ് നമ്മളെ നയിച്ചു. മരണത്തിന്റെ ആത്മഹത്യയുടെ കയറ് വീണ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം കടന്നു വന്ന് ആ മരണത്തിന്റെ കയർ പൊട്ടിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിക്കുവാനുള്ള പ്രതീക്ഷയിലേക്കും കൈപ്പിടിച്ചുയർത്തിയ അനേകം ആയിരങ്ങൾ ഈ ശുശ്രൂഷയിലും ഉണ്ടെന്ന് വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് അനുഭവമാണ്. എന്തുമാത്രം വ്യക്തികൾക്കാണ് സുവിശേഷം പ്രത്യാശ നൽകിയത്, അല്ലേ സഹോദര? കള്ളും കുടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദ്രോഹമായി കണ്ണീരായി ജീവിച്ച എത്രയോ സഹോദരന്മാർ സുവിശേഷം കേട്ട് അവരുടെ ജീവിതം മാനസാന്തരത്തിലോട്ട് രക്ഷയിലോട്ട് വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിലെ സെൻട്രൽ ജയിലിൽ സ്നേഹബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛൻ വളരെ ശക്തമായ രീതിയിൽ ജയിൽ മിനിസ്ട്രി ഒക്കെ ചെയ്യുന്ന അച്ഛനാണ്. വ്യത്യസ്തമായ ശുശ്രൂഷകൾ കേരള സഭയ്ക്ക് സമ്മാനിച്ച കർത്താവിന്റെ അഭിഷിക്ത വൈദികനാണ് കരിപ്പേരി അച്ഛൻ. അച്ഛന് കൂടെ ഒരു വലിയ ടീം തന്നെ ഇതുപോലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് ജയിൽ മിനിസ്ട്രി. ഈ ജയിൽ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഒരു ശുശ്രൂഷയ്ക്കായി കേരളത്തിലെ ഒരു സെൻട്രൽ ജയിലിൽ കടന്നു ചെല്ലുവാൻ കർത്താവ് കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരി സഹോദരന്മാർ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവർ ജയിലിലായിരിക്കുകയാണ്. നൂറുകണക്കിന് വ്യക്തികള് സുവിശേഷം കേൾക്കാൻ വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവർക്ക് നൽകുവാൻ കർത്താവ് ഏൽപ്പിച്ച സന്ദേശം ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന മെസ്സേജാണ്. ദൈവവചനത്തിൽ നിന്ന് ഈ സന്ദേശം ഞാൻ അവരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്തുമാത്രം ഉന്നതമാണ്. അനേകം ഹൃദയങ്ങൾ ആത്മ ഉണർത്താൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം അനേകം ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. ആ വചന ശുശ്രൂഷയുടെ സമയത്ത് വെറും 1.5 മണിക്കൂർ നേരത്തെ വചന ശുശ്രൂഷയാ അനേകരിന്ന് കരയുന്നതായി ഞാൻ കണ്ടു. പലരുടെയും ഹൃദയം നിറയുന്നതായി കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി കർത്താവ് ആ ശുശ്രൂഷയെ മാറ്റി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് 5-6 സഹോദരങ്ങൾ എന്റെ നേരെ ഓടി വരുന്നുണ്ട്. അതിലൊരു സഹോദരൻ വേഗം ഓടി വന്ന് എന്റെ കൈക്ക് പിടിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളോട് ഈ സന്ദേശം അറിയിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഇത് പറഞ്ഞ മനുഷ്യൻ വിതുമ്പി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി കരയാ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി സഹോദര, നിനക്ക് എന്തു പറ്റി? അദ്ദേഹം എന്നോട് പറഞ്ഞു, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനായി ഒരു കണ്ണുനീരായി ഞാനൊരു ജയിൽ പുള്ളിയാണ്. ആർക്കും എന്നെ വേണ്ട, എല്ലാവരും ആ കണ്ണുകളിലൂടെ എന്നെ കാണുന്നത്. ഞാൻ എന്തിനാണ് ഒരു ശല്യമായി ലോകത്തിൽ ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് ആത്മഹത്യക്കായി ഞാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളായിരുന്നത്, ആത്മഹത്യ ചെയ്യാൻ ഞാൻ ചിന്തിക്കുന്ന ദിവസങ്ങളായിരുന്നത്. ഈ സമയത്താണ് ദൈവവചനത്തിലൂടെ ഈ സന്ദേശം ഞാൻ കേട്ടത്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സഹോദര, എനിക്ക് ജീവിക്കുവാനുള്ള പ്രതീക്ഷ കിട്ടി, എനിക്ക് ജീവിക്കാനുള്ള പ്രത്യാശ കിട്ടി. ഇനി ഞാൻ മരിക്കത്തില്ല, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ഇനി സന്തോഷത്തോടെ ജീവിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, വല്ലപ്പോഴും ഞങ്ങളെ കാണാൻ വരണം, ഞങ്ങളുടെ യേശുവിനെ കുറിച്ച് പറയണം, സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കണം. ആ മനുഷ്യൻ സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, 21 വർഷത്തെ എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സംതൃപ്തി നൽകിയ ഒരു ശുശ്രൂഷയായിരുന്നത്. അറിയാതെ എന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. സുവിശേഷം നൽകുന്ന പ്രത്യാശ അതെന്തുമാത്രം വലുതാണ്, അത് ഭയങ്കരമാണ്. നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. സുവിശേഷത്തിന്റെ പവർ. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ശ്ലീഹ പറഞ്ഞു, സുവിശേഷം അത് ദൈവത്തിന്റെ ശക്തിയാണ്. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. The gospel of Christ is the power of God. അത് മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ശക്തിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ ശക്തിയാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. ഈ ശക്തിയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഈ ശക്തിയാണ് നമ്മെ ആത്മനിറവിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ പ്രാപ്തമാക്കുന്നത്. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്?
അതുകൊണ്ട് വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞത് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, അവിടെ വചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇതെന്തുമാത്രം കൃത്യമാണ് അല്ലേ? അല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇത് നമ്മുടെ ജീവിതമല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അല്ലേ കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വരച്ചു കാണിക്കുന്നത്? എന്തുമാത്രം കുടുംബങ്ങൾ തകർന്നു പോകേണ്ടതായിരുന്നു, എന്തുമാത്രം ജീവിതങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഇന്ന് നമ്മൾ അനേകര് ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ സുവിശേഷം നൽകിയ ഈ പ്രത്യാശയാണ്. ഇതാണ് വചനം പറയുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാ ഈ കഷ്ടപ്പാടിന് നടുവിലും ഈ ഞെരുക്കത്തിന്റെ നടുവിലും എന്തുമാത്രം കഠിനമായ വേദനകളിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനേക ആയിരങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അനേക സമയം കരയുന്നതായി യേശു കാണുന്നു. ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ വീർപ്പുമുട്ടി വിതുമ്പി വിതുമ്പി പൊട്ടുന്നവരെ കർത്താവ് കാണുന്നു. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു സമർപ്പണത്തിലോട്ട് വന്നോ പ്രിയപ്പെട്ടവരെ? ഇതിനൊക്കെ നടുവിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവസ്നേഹം അറിഞ്ഞതുകൊണ്ടാ. ദൈവസ്നേഹം അറിഞ്ഞതുകൊണ്ടാ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് പഠന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദര, ഇത് 100% സത്യമാണ്. എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യമാണിത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവർ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് കർത്താവിന് പ്രത്യേകമായ കരുണയാലും സ്നേഹത്താലും സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾ കേൾക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ വചന ശുശ്രൂഷ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിന്ന എന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. എന്റെ കുടുംബത്തിലൂടെ കർത്താവ് ഉലാത്തി. സുവിശേഷത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് എന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തി. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ പ്രത്യാശയിലേക്ക് നയിച്ചു. അവരുടെ ജീവിതം ആകമാനം മാറിപ്പോയി. ഇന്ന് ആ സഹോദരൻ കേരള സഭയിൽ അറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം ശുശ്രൂഷകനാണ്. അദ്ദേഹം മാത്രമല്ല, കുടുംബമായി അവരവിടെ ശുശ്രൂഷ ചെയ്യാൻ നിവൃത്തികേടുകൊണ്ടല്ല, ഗതികേടുകൊണ്ടല്ല, സുവിശേഷം അവർക്ക് നൽകിയ പ്രത്യാശ നിമിത്തം ഇന്ന് അവർ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായിട്ട് മാറി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, പട്ടിണി കിടന്നാലും ശരി, കടത്തെണ്ണയിൽ കിടന്നിട്ടാണെങ്കിലും ശരി, ഞാനും എന്റെ കുടുംബവും സുവിശേഷ വേല ചെയ്യും. ഞങ്ങൾ അതിന് പിന്മാറുകയില്ല. എന്തൊരു ധീരതയാർന്ന തീരുമാനം! ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നയിച്ചത് എന്തായിരുന്നു? സുവിശേഷം നൽകിയ പ്രത്യാശ. ഇത് തന്നെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് ലേഖനം 8:24 പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പുറപ്പെടുവിച്ച മനോഹരമായ ഒരു ചാക്രിക ലേഖനമാണ് പ്രത്യാശയിൽ രക്ഷ. നിങ്ങളത് വായിക്കണം. ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ എന്താണെന്നും ഈ ലോകത്തിൽ മറ്റ് ജനതകളിൽ നിന്ന് ഒരു ക്രൈസ്തവൻ വ്യത്യസ്തനാക്കുന്നത് സ്വർഗത്തെക്കുറിച്ച്, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയാണെന്ന് പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായി ആ ചാക്രിക ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ പേരെന്താ? ആരാണ് നമ്മുടെ പ്രത്യാശ? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു. സഹോദര, സഹോദരി, നമ്മുടെ പ്രത്യാശ ഏതാണ്? ഡോളറാണോ? പൗണ്ടാണോ? സ്വിസിന്റെ ഫ്രാങ്ക് ആണോ? എങ്കിൽ നമുക്ക് തെറ്റുപറ്റി. നമ്മുടെ പ്രത്യാശയുടെ പേരാണ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമ്മൾ ആശ്രയിച്ചാൽ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമുക്ക് ദുഃഖങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടായാലും നമ്മൾ തകർന്നു പോവില്ല. അതാ സങ്കീർത്തകൻ പറഞ്ഞത്, എന്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? നീ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക.
പൂർണ്ണമായും ഈ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ ഭവനങ്ങളായി മാറട്ടെ. സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നമുക്ക് വളരാം, ജീവിക്കാം. പ്രത്യാശയുടെ സമൃദ്ധിയിൽ ഈ ലോകത്തിൽ അനേകമായിരങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പ്രത്യാശയെ പകർന്നു കൊടുക്കാം. നിങ്ങളെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.